എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് പറാട്ട അല്ലെങ്കിൽ മട്ടർ പറാട്ട തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാട്ടയാണ് ഇത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ പറാട്ടകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഗ്രീൻ പീസ് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6 വലിയ എല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടെ. ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ. 3-4 വരെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതോടൊപ്പം വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരും. ഇപ്പോൾ കണ്ടോ, സവോള ഒന്ന് വഴന്ന് വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് 2 കപ്പ് ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ സീസൺ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കാം. ഇതിപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. പക്ഷെ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ തയ്യാറാക്കണമെങ്കിൽ വേവിച്ചതിന് ശേഷം പറ്റുള്ളൂ കേട്ടോ. സാധാരണ രീതിയിലൊന്നുമില്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പറാത്ത തയ്യാറാക്കാറ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്ര ഇല്ല, വളരെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലയാണ്. ഇത് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയും വരും. ഗ്രീൻ പീസൊക്കെ ഒന്ന് കുക്കായിട്ടും വരും. ഫ്രോസൺ ഗ്രീൻ പീസ് പിന്നെ വെന്ത് വരാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ കണ്ടോ, ഗ്രീൻ പീസ് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാമെന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് വരേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോട് കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത് വിട്ടിരുന്ന് തണുക്കട്ടെ. ആ ഒരു സമയം കണ്ട് നമുക്ക് ഇതിന് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം. മൈദ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കണത് എണ്ണയാണ് കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി നമുക്ക് കൈവച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. ഞാൻ ഈ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് മതി. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് ഒന്ന് ചെറിയ തരികളോട് കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ പീസ് ഇതുപോലെ ചെറിയ തരികളോട് കൂടെ അരച്ചെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഉരുള എടുക്കാം. പറാത്തിയല്ലേ, കുറച്ച് വലിയ ഉരുള ഇരുന്നോട്ടെ. അതിനുശേഷം സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കും. ഇനി കുറച്ച് ഗോതമ്പ് പൊടിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ കുറച്ച് പരത്തിയാൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു മിക്സിയിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ഫില്ലിങ് വയ്ക്കുമ്പോഴാണ് ഇത് ടേസ്റ്റി ആയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു ഉരുളയുടെ ഷേപ്പിൽ പോലെ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കറക്റ്റ് ഇത് ക്ലോസ് ആയിട്ട് വന്നാൽ മതി. ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് വയ്ക്കുക. നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം ബാക്കിലേക്ക് വയ്ക്കുക. അതിനുശേഷം പരത്തിയെടുക്കാം.
കനം കുറച്ചെടുക്കണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട്. ഒരുപാട് തിക്നെസ് വേണ്ട, എന്നാലും എന്താ പറയുക, ഇതുപോലുള്ള പറാത്തയൊക്കെ അത്യാവശ്യം കട്ടിയിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അതേ നമ്മുടെ ഒരു പറാത്ത പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇതുപോലെ. ഇപ്പോൾ അതേ ഞാനൊരു 3 പറാത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. തവ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പറാത്ത വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഉരുളി എടുക്കും. എന്നിട്ട് പരത്തിയെടുക്കുന്നതിന് പകരം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കും. ഫസ്റ്റ് തന്നെ പരത്തില്ല, ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കും. കണ്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്കിത് എന്താ പറയുക ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മളിതിൽ ഗോതമ്പ് പൊടിയൊന്നും വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ലല്ലോ. എന്നിട്ട് ഈ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ഫില്ലിങ് വെക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ കണ്ടോ. അപ്പം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു രീതി പറഞ്ഞത്. ഇതിപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കുമ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇഷ്ടപ്പെടും. എണ്ണയാകുമ്പോൾ ഒന്നും കൂടി ടെക്സ്ചർ വൈസ് ഒക്കെ നന്നായിട്ട് വരും. ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1-2 പ്രാവശ്യം നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പറാത്ത നല്ല അടിപൊളിയായിട്ട് എന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പറാത്തയും വേവിച്ചെടുക്കാം. സാധാരണ ചപ്പാത്തി പൊങ്ങി വരുന്നത് പോലെ കണ്ടോ, പറാത്തയും പൊങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പറാട്ട ഉണ്ടാക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്ക് വലിയ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വല്ല റൈത്തിയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ അതൊക്കെ മതിയാവും. പിന്നെ അധികം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരെണ്ണം തന്നെ കഴിച്ചാൽ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ അതേ നമ്മുടെ അവസാനത്തെ പറാട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ പീസ് പറാത്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ റൈത്തിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കറിയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നമുക്കൊരു പറാത്ത കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ നമ്മുടെ ഗ്രീൻ പീസ് പറാട്ട അടിപൊളിയല്ലേ. നമുക്ക് റൈത്തയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പറാട്ടകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലും അടിപൊളിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.